വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുന്നത് നമ്മളെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയുമായിട്ടാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുന്നിൽ നമ്മുടെ 3 വണ്ടി കാണാം. അപ്പോൾ ഇതിൽ ഏത് വണ്ടിയാണ് നിങ്ങൾ ഗസ് ചെയ്യൂ. പക്ഷേ ഗസ് ചെയ്താലും നമ്മളെ ഈ ഒരു വണ്ടിയല്ല ഗൈസ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. നമ്മളെ ഹോളിഡേയ്സിൻ്റെ രാജഗോദ ബസ്സാണ് ഗൈസ്. അപ്പോൾ നമ്മളെ ബസ്സിൻ്റെ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മളെ ബസ്സിൻ്റെ ഫ്രണ്ട് വ്യൂ. എന്താ നെയ്മോട് അടിച്ചേരാ ഗൈസ്. ഇതാണ് നമ്മളെ ബസ്സിൻ്റെ ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, എല്ലാ വ്യൂ ഉണ്ട് ഗൈസ്. ഞാൻ ഏതായാലും ബസ്സിൻ്റെ അകത്തോട്ട് കയറി നല്ല വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മളെ ബസ്സിൻ്റെ വ്യൂ ഇതാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു മോഡ് വരുന്നത് നമ്മൾ മെനിഞ്ഞാന്ന് 2 ദിവസം മുന്നേ ചെയ്ത ഡൊറാഡോയുടെ ടെർബോൻ്റെ വണ്ടിയാണ് ഗൈസ്. അതേ മോഡിൽ ലിവറി മാറ്റിയതാണ്. അപ്പോൾ നമ്മൾ ലിവറി മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ. അപ്പോൾ ഡൊറാഡോയുടെ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ എല്ലാവരും പോയി കാണുക. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ എഞ്ചിൻ്റെ മുന്നിലുള്ള ബോണറ്റ് വെക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വൈപ്പർ ഒന്ന് മാറ്റിക്കളയാം. നമ്മളെ പ്രൊഫഷണൽ വൈപ്പർ അതേമാതിരി പൊക്കി വെക്കാം ഗൈസ്. അപ്പോൾ നൈസ് നമ്മളെ വണ്ടി സ്റ്റാർട്ടാക്കില്ല ഗൈസ്. സ്റ്റാർട്ടാക്കുക. അപ്പോൾ ബാക്കിലാണ് ഇതിൻ്റെ സൗണ്ട് ഉള്ളത്. വണ്ടി സ്റ്റാർട്ടാണോ? സോറി ഗൈസ്, ഒന്ന് ഓഫാക്കി സ്റ്റാർട്ട് ചെയ്ത് തരാം. ഗൈസ്, അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ഓഫ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് ഇടുന്ന സൗണ്ട് ഇതാണ്. ഓക്കെ, നമുക്ക് നമ്മളെ ഫ്രണ്ടിലെ ലൈറ്റൊക്കെ ഇടാം. അയ്യോ, ഹെഡ്ലൈറ്റ് ഇടാൻ മറന്നുടാം ഗൈസ്. അങ്ങനെ ഹെഡ്ലൈറ്റൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് വണ്ടി എടുത്താലോ ഗൈസ്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കി നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് ഗൈസ് പോകേണ്ടത്. മുന്നിൽ വണ്ടിയൊന്നും വരുന്നില്ല, സൈഡിൽ നിന്ന് ആരും ഇല്ലയെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെടാ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് ഗൈസ് പോകേണ്ടത്. ഗൈസ്, ഓണൊക്കെ നല്ല പക്ക പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ താഴെന്നായിരുന്നു ഗൈസ് നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ലൈഫ് നോക്കിയാൽ കാണാൻ 99% ഉള്ളൂ. അങ്ങോട്ട് കയറുന്ന സമയത്ത് ആ സൈഡൊന്നും തട്ടിയതാണ് ഗൈസ്. കാടടാ, അല്ല മരം, അതിനോട് കൂടെ പോലെ. ഓക്കെ, അപ്പോൾ എടാ ബാക്കിൽ ട്രാഫിക്കിൻ്റെ അപ്പോൾ നമുക്ക് ഏതായാലും പോയാലോ ഗൈസ്. നമ്മൾ ഇൻറ്റീരിയർ വ്യൂ ഇട്ടുണ്ട്, പ്രൊഫഷണൽ വ്യൂ. ഓക്കെ, അങ്ങനെ നമ്മൾ റോഡിലോട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ റോഡിലോട്ട് ഇറക്കിയ സ്ഥിതിക്ക് നമ്മളെ ഇന്നത്തെ വീഡിയോന് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 100 ലൈക്സാണ് ഗൈസ്. കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ആരും തന്നെ ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 100 ലൈക്സാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ കഴിയാൻ നേരത്ത് നമുക്ക് നമ്മളെ ഡൊറാഡോൻ്റെ ചാലഞ്ച് പോലെ, ഡൊറാഡോയിൽ ചെയ്ത ചാലഞ്ച് പോലെ 99% തന്നെ ആവുകയാണെങ്കിൽ എന്നുള്ളൊരു മറ്റേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു 100%ൻ്റെ താഴോട്ട് ഇല്ലെങ്കിൽ 100% തന്നെ നിൽക്കുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ആ ഒരു ചലഞ്ച് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തട്ടിയിട്ടുമുണ്ട്. മിക്കവാറും ഈ ഒരു ഇതിൽ ആ ചാലഞ്ച് വേണ്ടി വരത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ ഒരു ചാലഞ്ചൊന്നും നമ്മൾ ഏതായാലും ഈ വീഡിയോ ചെയ്യുന്നില്ല. അതിന് നല്ലൊരു വഴി വേണം ഗൈസ്. ചെറിയ വഴിയാണ്, ഓവർടേക്ക് ചെയ്യടാ. മേ ബി ഈ ഒരു വീഡിയോ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഗൈസ്. നമ്മളിന്ന് എടുത്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മാപ്പാണ് ഗൈസ്. അപ്പോൾ ഞാൻ എക്സ്റ്റീരിയർ വ്യൂവിലോട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് എടുത്തിരിക്കുന്നതാണ് വയനാടാണ് ഗൈസ്. വയനാട് മാപ്പാണ്. അപ്പോൾ ചുരമൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിൻ്റെ ഫുള്ള് മാപ്പ് എക്സ്പ്ലോർ ചെയ്തില്ല. അപ്പോൾ വയനാട്ടിലെ ഒരു മാപ്പാണ് ഗൈസ് ഇത്. വയനാട് റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നല്ല ചുരമൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് ഇതിൽ നല്ലൊരു വ്യൂ ഉണ്ട് അവിടുന്ന് കാണാൻ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ബസ് സ്റ്റാൻഡാണോ? അവിടെ വീട്ടിൻ്റെ സൈഡിലാണ് ബസ് സ്റ്റാൻഡ്. ഗൈസ്, അങ്ങനെ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് പ്രൊഫഷണൽ ഡ്രൈവിങ് കുറച്ചുകൂടി അങ്ങോട്ട് എത്തിയതിന് ശേഷം ഓൺ ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറയുന്നത്, ഈ ഒരു വീഡിയോ ഭയങ്കര ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അത് ഒരുപാട് വളഞ്ഞു തിരിഞ്ഞ് പോകാനുള്ളതാണ്. അപ്പോൾ കുറേ ലെങ്തി ആവുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്യുന്നതാണ്.
അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് എടുക്കേണ്ടത്. പിന്നെ എടാ വഴിയില്ലടാ, അത് ബസ്സാടാ, ഒരു മണ്ടനെയും കൊണ്ട് ബസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നല്ലൊരു മാപ്പിലോട്ട് റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വയനാട് റോഡ് എത്തിയെന്ന് തോന്നുന്നു. നമ്മളെ ചുരമൊക്കെ ഉണ്ടാവും ഇവിടെ. എല്ലാവരും എൻജോയ് ചെയ്തിരുന്ന് കാണുക ഗൈസ്. അപ്പോൾ നമ്മൾ എൻജോയ് ഹോളിഡേയ്സിൻ്റെ വണ്ടി ഉണ്ടാവും അവിടെ നിന്നൊക്കെ വരുന്നത്, നമ്മൾ എൻജോയ് ഹോളിഡേയ്സിൻ്റെ ടൂറിസ്റ്റേഴ്സ്. അപ്പോൾ ഈ ഒരു മാപ്പാണ് ഗൈസ്, ഈ ഒരു റോഡാണ് നിങ്ങളിപ്പോൾ കാണേണ്ടത്. നല്ല അത്യാവശ്യം വൈബ് ഒരു കയറ്റം തന്നെയാണ് ഗൈസ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം ഗൈസ്. അവിടെ എത്താനായടാ ഗൈസ്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് വലിയൊരു വളവ് കളയാണ്ട് ഗൈസ്. ഇതാണ് നമ്മളെ വയനാട് റൂട്ടിൽ മെയിനായിട്ട് നോക്കേണ്ട വഴി ഗൈസ്. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് കയറി വരുന്നൊരു വ്യൂ മതിലിൻ്റെ ഉള്ളിൽ കയറിയുണ്ട്, അത് നോക്കണ്ട ഗൈസ്. അപ്പോൾ എൻ്റേത് ഏതായാലും കൊളായ സ്ഥിതിക്ക് ഞാൻ ബാക്കിലാണ് വരുന്ന ആംബുലൻസിനെ കാണിച്ചു തരാം. ഓക്കെ, അയ്യോ പോയാൽ പോലെ ഓക്കെ ഗൈസ്. അങ്ങനെയായിരുന്നു കയറി വരേണ്ടത്. ഞാൻ എന്തായാലും ഈ അറ്റത്തോടെ എടുത്ത് അതാണ് ഇങ്ങോട്ട് കയറിപ്പോയത്. കുഴപ്പമില്ല. ഇനി വേറൊരു മാപ്പ് വരുന്നുണ്ട് ഗൈസ്. പിന്നെ ഈ ഒരു മാപ്പ് ഞാൻ ശരിക്കും നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനൊന്ന് മാപ്പും കൂടെ ചെക്ക് ചെയ്യട്ടെ ഗൈസ്, ചുരം എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന്. ഇത് ചുരത്തിൻ്റെ ഭാഗമാണോ ഗൈസ്? അപ്പോൾ നമ്മൾ മാപ്പ് ഒന്ന് നോക്കട്ടെ. അയ്യോ മാപ്പേ, മാപ്പ് ഓപ്പ് ഗൈസ്. ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത്. അവിടെ ചുരമൊന്നും കാണുന്നില്ല, അവിടെ എത്ര ഉള്ളൂ കഴിഞ്ഞോ ഗൈസ്. ലോഡിങ്ങിൻ്റെ പ്രശ്നമായിരിക്കും. മാപ്പ് ശരിക്കും ഫുൾ അവിടെ എക്സ്പ്ലോർ ചെയ്ത് ഇത് അവർ കാണിച്ചു തരുന്നില്ല. ഓക്കെ, നമുക്ക് ഏതായാലും പോയി നോക്കാം. ഏതായാലും ഇതിലൂടെ നമുക്ക് പോകണം ഗൈസ്. മാപ്പ് നോക്കിയാലും നോക്കിയില്ലാലും നമുക്ക് ഏതായാലും പോകണം. അപ്പോൾ ഇത് വയനാട് ഇവിടത്തിൽ ചുരം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം മുന്നോട്ട് മാപ്പിൽ നോക്കി വളവ് വരുന്നുണ്ട്. മിക്കവാറും ചുരം തുടങ്ങിയാൽ മതിയായിരുന്നു ഗൈസ്. റൈറ്റ് സൈഡിൽ കൂടെ അങ്ങോട്ട് എടുത്താലേ ഗൈസ്, ഒന്നും നോക്കണ്ട. അടിപൊളി, മിക്കവാറും ഇപ്പോൾ പെട്ട് ഇവിടെ ആരുണ്ടടാ? ഒന്നും കാണുന്നില്ലടാ. നല്ല ആവശ്യം ഉണ്ടായിരുന്നു, മര്യാദയ്ക്ക് പോയാൽ മതിയായിരുന്നു അതിലൂടെ. ഇവിടുന്ന് വലിയൊരു വളവാണ്, അതിനിഷ്ടായി. മുന്നൊന്ന് വണ്ടിയുടെ നിർത്തിയിട്ട ഐസോ ഓടായി കാറുകാരനെ ഞാൻ നോക്കിയാണ്. കുറേ നേരം മീനെ കിടന്ന് കളിക്കും. ഐസ് പോടാ അങ്ങോട്ട്. ചെങ്ങാനും കൊണ്ട് വല്ലാത്ത കഷ്ടം. വണ്ടിക്ക് ഭയങ്കരമായിട്ട് സസ്പെൻഷൻ താത്തിയിട്ടാണ്, അടിയൊക്കെ തട്ടുന്നുണ്ട് യെസ്. അങ്ങനെ നമ്മൾ കാറിനെ അങ്ങോട്ട് ഓവർടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആംബുലൻസിന് ഓവർടേക്ക് ചെയ്യാൻ നേരത്തെ മേ ബി ഈ ആംബുലൻസിൽ തന്നെ കയറിപ്പോകേണ്ട അവസ്ഥ വരാണ്ട് നിന്നാൽ മതി. ഓക്കെ, വേറൊന്നുമല്ല, ഞാനൊന്ന് കൈയൊന്ന് അങ്ങോട്ട് എടുത്തതായിരുന്നു. ഇതെന്താണോ സൈഡ് അങ്ങോട്ട് കയറി ശരിയായിരിക്കണോ? പോകൂടാ, വണ്ടി എടുക്കാൻ പറ്റില്ലേ? പെട്ടോ? ഓക്കെ, വണ്ടി കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ചാലഞ്ച് വെച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ലായിരുന്നു, കാരണം 98 ആയി. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഞാൻ ഈ ആംബുലൻസിന് ഓവർടേക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ഫോണിൽ നിന്നൊന്ന് കൈ എടുത്തതായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ആക്സിലേറ്ററിൽ നിന്ന് കൈ മാറ്റി ബ്രേക്ക് പിടിക്കാൻ മറന്നുപോയി. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, വണ്ടി ഫുൾ ഫിറ്റ് കണ്ടീഷനിലാണ് ഗൈസ്. ഫുള്ളല്ല, ഒരു 2% കുറവുള്ളൂ, ബാക്കിയൊക്കെ ഫുള്ളാണ്. അപ്പോൾ നമ്മളെ ഈ ആംബുലൻസിനായിരുന്നു ഗൈസ് പിടിക്കാൻ നോക്കിയത്. ആംബുലൻസ് അതാ മുന്നേ പോകുന്നുണ്ട്. അടുത്ത ആംബുലൻസ് ഒരു കാറും വരുന്നുണ്ട് ഫ്രണ്ടിൽ ഗൈസ്. ഞാൻ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യണേ. വണ്ടിക്ക് വല്ലാണ്ട് വലിവ് കുറവാണ് ഗൈസ്. ഇന്ന് വേറെ വണ്ടി വരുന്നുണ്ട് സന്ദീപിൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഗൈസ്. ഞാൻ ഒരു പ്രൊഫഷണൽ ഡ്രൈവറായ സ്ഥിതിക്ക് ഇതിലൂടെ എടുക്കുകയാണ്. വേറൊരു വണ്ടിയും മുന്നിൽ വന്നില്ലെങ്കിൽ പ്രൊഫഷണൽ ആവുകയും ഗൈസ്. നമ്മളിത് ഈ ആംബുലൻസിന് ഓവർടേക്ക് ചെയ്യാൻ പോയതായിരുന്നു ഗൈസ്. അങ്ങനെയാണ് നമ്മളവിടെ പെട്ടുപോയത്. കുഴപ്പമില്ല, ഞാൻ അതിനെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത റോട്ടിലോട്ട് കയറിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കൂടെ പോയത് തന്നെയല്ല, അതാണ് നല്ലതെന്ന് തോന്നുന്നു.
കാരണം കുറച്ചുകൂടെ വൈഡായിട്ട് പോവാം, നല്ല സുഖമായിട്ട് ഒറ്റ ഗിയറിൽ പിടിച്ച് പോവുക ഗൈസ്. ഇവിടുന്ന് റൈറ്റിലോട്ട് പോയാൽ നേരെ കൊക്കയൊക്കെ എടുക്കേണ്ടി വരും. അപ്പം നമുക്ക് റോട്ടിലോട്ട് കയറാം, ഇവിടുന്ന് കയറാം. ആക്സിലേറ്റർ വരുന്നില്ലടാ ഗൈസ്. ചില സമയത്തുണ്ടല്ലോ ആക്സിലേറ്ററും ബ്രേക്കൊന്നും പിടിച്ചാൽ കയ്യിൽ വരില്ല. വണ്ടിക്ക് ഈ ഒരു മാപ്പിലായതുകൊണ്ടാണോ എന്ന് അറിയില്ല, ഇത് മോഡ് മാപ്പാണ് ഗൈസ്. ഓ ഗൈസ്, അപ്പോൾ ഈ ഒരു മോഡ് മാപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം ചെയ്യാം. ഇതിൽ വയനാട് റോട്ടിൽ കൂടെ ഓടിക്കുന്നൊരു ഫീലുള്ളൂ ഗൈസ്. ഒരു ചുരം ഇതിൽ കാണുന്നില്ല. ഞാൻ ഏതായാലും ഇതിൻ്റെ ലിങ്ക് ഇടാം. അത്യാവശ്യം നല്ല വൈബുണ്ട് ഗൈസ് ഓടിക്കേ. ഒരു വയനാട് ഫീലൊക്കെ തന്നെ ഉണ്ട്, പക്ഷേ ചുരം ഇല്ലാത്തതാണ് അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്. ഇനി അവരിത് ഇങ്ങനെ തന്നെ ഡിസൈൻ ചെയ്തെടുത്താണോ അറിയില്ല. ഈ ചുരമാണോടോ ഇത് മനസ്സിലാവില്ല കേട്ടോ. മുന്നിൽ നിന്ന് വേറെ വണ്ടിയൊന്നും വന്നില്ല, രക്ഷപ്പെട്ടു. വന്നാൽ കഷ്ടപ്പെട്ടു ഇല്ലടാ, രക്ഷപ്പെട്ടു ഗൈസ്. അത്യാവശ്യം നല്ലൊരു മാപ്പാണ് ഗൈസ്. അങ്ങോട്ട് ഞാനൊരു വഴി കാണുന്നു, ഇങ്ങോട്ടാണോ? ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങോട്ടൊരു നമ്മളൊരു വഴി കണ്ടു. അപ്പോൾ കണ്ട സ്ഥിതിക്ക് നമ്മളേതായാലും കാണാണ്ട് പോകുന്നത് മോശമില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് അങ്ങോട്ടും കൂടി എടുത്തു നോക്കാം ഗൈസ്. സെറ്റപ്പൊക്കെ ഞാൻ അങ്ങോട്ടാണ് ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നത് വ്യൂ പോയിൻ്റ് ആയിരിക്കും. അതെ ഗൈസ്, ഒരു വ്യൂ പോയിൻ്റാണ് ഗൈസ്. ഹൈവ, എന്താ ഒരു ചൈതന്യം. ഓക്കെ ഗൈസ്, ഞാനിവിടെ നിന്ന് പാക്ക് എടുത്ത് നമ്മളെ വണ്ടി കറക്റ്റായിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊന്ന് ഫ്രണ്ട് എടുത്ത് പാർക്ക് ചെയ്യാണ്ടാവില്ല, ഹാൻഡ് ബാഗ് ഇട്ടോടെ നിർത്താം ഗൈസ്, വേറെ വണ്ടിയൊന്നും വരാനില്ലല്ലോ. ഹായ് ഗൈസ്, അപ്പോൾ ഈ ഒരു വ്യൂ എങ്ങനെയുണ്ട് നിങ്ങൾ പറയാം. ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു മാപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അത്യാവശ്യം വയനാട്ടിലൊരു വൈബൊക്കെ തന്നെയുണ്ട് ഗൈസ്. മലേൻ്റെ മുകളിലാണ്, ചുരം അങ്ങോട്ട് റെഡി ആയില്ല എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും പോവാം. ഇതൊരു വ്യൂ പോയിൻ്റ് ആയിട്ടാണ് ഗൈസ് അവർ നോക്കിയാൽ, മാപ്പിൽ അത് മാർക്ക് ചെയ്തിട്ടില്ല അങ്ങോട്ടൊരു വഴി ഉള്ളതായിട്ട്. അവിടെ ഇവിടെ ബസ് പോകണം, കാറിനൊക്കെ പോകാൻ പറ്റുമോ? ഗൈസ് വേറെ സൈഡിൽ വണ്ടി ഉണ്ടോ? ആ, സൗണ്ട് കേൾക്കുന്നു ഗൈസ്. അവനെ അങ്ങോട്ട് കയറിയാൽ മതി, എല്ലാ ആവശ്യമുണ്ട് എനിക്കിപ്പോൾ എൻ്റെ വയ്യപ്പോൾ. അവിടെ കയറ്റായതുകൊണ്ട് അവിടെ കയറുന്നില്ല. എന്താ ശരി, ഇവിടെ ഒന്ന് പോടാ. ഇവന്മാരൊക്കെ കൊണ്ട് വലിയ ശല്യം കേട്ടോ. നിർത്തി കഴിഞ്ഞാൽ നമ്മൾ സ്പീഡിൽ വരുമ്പോഴായിരിക്കും ഗൈസ് അവർ ബ്രേക്ക് പിടിക്കുന്നത്. നമ്മളാ ബ്രേക്ക് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരങ്ങോട്ട് പറക്കും 100-110. അപ്പോൾ ഒരു മസ്മരുഗമായ ഒരു വളവിലൂടെ ഓവർടേക്കിങ്ങിലൂടെ ഞാൻ അതിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. കാറോടെ തട്ടും, കാരണം ഞാൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് അടുപ്പിച്ചിട്ടായിരുന്നു ഗൈസ് എടുത്തത്. അയ്യോ, ഈ ഒരു മാപ്പിൻ്റെ പ്രശ്നമാണോന്ന് അറിയില്ല, ബസ്സിനൊരു കൺട്രോൾ മാപ്പിലില്ല. കഴിഞ്ഞ ദിവസം ഡൊറാഡോവിന് എടുത്തപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു ഗൈസ്, നല്ല പക്ക പെർഫെക്റ്റ് കൺട്രോളിങ് ഒക്കെ ആയിരുന്നു. നല്ല സ്റ്റിയറിങ്ങോ അതേമാതിരി നമ്മളെ സ്പീഡുണ്ട്, പക്ഷേ ഈ ഒരു മാപ്പിൻ്റെ പ്രശ്നമാണ് ഗൈസ്. പുള്ളിങ്ങൊക്കെ നല്ല അത്യാവശ്യമുള്ള വണ്ടിയാണ്, ഈ മാപ്പിൻ്റെ എന്തോ ഒരു കുഴപ്പമാണെന്ന് തോന്നുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാനൊന്ന് വേറൊരു ബസ്സും കൂടെ എടുത്ത് ഇതിലൂടെ ഒന്ന് ഓടിച്ച് നോക്കുന്നുണ്ട്. മാപ്പിൻ്റെ പ്രശ്നമാണെന്ന് അറിയാനേ. വണ്ടിക്ക് സസ്പെൻഷൻ ഭയങ്കരമായിട്ട് കുറവാട്ടോ. നോമ്പ് എന്തായി കാണണേ? ഹായ് ചേട്ടായി, നേരത്തെ എത്തിയോ ഗൈസ്? ഏതോ ഒരു ട്രക്കാരൻ നേരെ അങ്ങോട്ട് സൈഡിൽ പാർക്ക് ചെയ്താൽ നോക്കിയതാണെന്ന് തോന്നുന്നു. വണ്ടി ഇപ്പോഴും ഹാൻഡ് ബ്രേക്കിലാട്ടോ ഉള്ളത്, അല്ലേ എപ്പോഴും ഊരിപ്പോണ്ടാണ്. ഡ്രൈവർ റൈഡിൽ ആരുമില്ല. ഓക്കെ മച്ചാൻ്റെ വണ്ടിയിൽ നിന്ന് പോയ കലയാണെന്ന് തോന്നുന്നത്. മാറ്റ് ചൂടിപ്പായി വരച്ചൊരു ചോട്ടുണ്ട് ചെവിട്ടി. ഓക്കെ, നമുക്ക് ഏതായാലും പോയേക്കാം. ഞാനാണ് നിന്ന് ഹാൻഡ് ബ്രേക്കൊക്കെ അടിപൊളിയായിട്ടാണ് നിൽക്കട്ടെ. എന്താ മാസമായിട്ടാണ് ചെങ്ങായി നിൽക്കുന്നതാണ്. ചെങ്ങായി ഒരു മാസ്മരികം തന്നെ.
കയറ്റായതുകൊണ്ടാണോ എന്തോ ഒരു പ്രശ്നമാണ് ഗൈസ്. ഒന്നെങ്കിലും മോഡിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ മാപ്പിൻ്റെ പ്രശ്നം. പക്ഷേ ഓടിക്കാൻ നല്ല വൈബാണ്. ലോ എൻഡ് ഡിവൈസിലൊക്കെ ഈ ഒരു മോഡ് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഓടുമെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഐ മീൻ ഈ മാപ്പിൻ്റെ അല്ല, ഈ ബസ്സിൻ്റെ മോഡ് തട്ടുകൂടാത്. വീഡിയോ ഭയങ്കര ലെങ്തി ആയി തോന്നുന്നില്ല. 15 മിനിറ്റായി ഗൈസ്. അപ്പോൾ നമ്മളേതായാലും നമ്മൾ പ്രൊഫഷണൽ ഡ്രൈവിംഗ് ഓൺ ചെയ്താലോ? മിനിമം 20K എങ്കിലും ഇത് കഴിക്കണം ഗൈസ്. പറയില്ല, സസ്പെൻഷൻ വല്ലാണ്ട് കുറവാണ് ഗൈസ്. സസ്പെൻഷൻ കുറവാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഗൈസ്. മിക്കവാറും ഇവിടെയും തട്ടു. എടാ വണ്ടീൻ്റെ സ്പീഡ് കുറയുന്നടാ. ഏട്ടാ ഞാനും പോട്ടെ. അയ്യോ താങ്ക്സ് ഏട്ടാ. എവിടേക്കാണ് ഓവർടേക്ക് ചെയ്യുന്നത്? പ്രൊഫഷണലിസം ആണെന്ന് വേറെ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടെ ഇങ്ങോട്ട് ചായണ്ട ഗൈസ്. ഇനി അങ്ങോട്ട് ഇറങ്ങിയ പ്രശ്നം. നേരത്തെ ലോറിക്കാരൻ നിന്ന് ലാലേട്ട സ്റ്റൈലിൽ നിൽക്കേണ്ടി വരുന്നുണ്ട്. സൈഡിൽ വഴിയുണ്ടെന്ന് വിചാരിച്ച് കയറാൻ പോയതാണ്. ഇങ്ങനെയുള്ള ഓവർടേക്ക് പറഞ്ഞ നാവ് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് വന്നില്ലേ. അങ്ങനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ഗൈസ് പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങനെയൊക്കെ വളവിലൊക്കെ പറപ്പിച്ചാൽ വരിക. ഞാൻ മോശമൊന്നുമില്ല, എന്നാലും അതുകൊണ്ട് അടുത്ത് വരും. മരകം വല്ലാത്ത ഇങ്ങനെ സൈഡ് നോക്കാൻ പറഞ്ഞു. നിർത്തടാ. ഞാൻ എത്രയും കഷ്ടപ്പെട്ട് ഓൺ അടിക്കുന്ന വെറുതെ നമുക്ക് കേട്ട് കളിക്കാനില്ല. മലയുമ്പോൾ കയറി വണ്ടി വയ്ക്കുക. അതിലൂടെ പോയി അപ്പുറത്ത് ഇത്രയും കാജ് റോഡായിട്ട് ഞാൻ കയറി പോകുന്നുണ്ട്. തട്ടി അത് തന്നെ. സസ്പെൻഷൻ കുറവാണ് ഗൈസ്. മിക്കവാറും ഇതിൻ്റെ സസ്പെൻഷൻ അങ്ങ് ദൂരെ പൊക്കിയിടുന്ന കേസ്. ഞാൻ റോട്ടിൽ കൂടെ നല്ല കേട്ടോ. ഞാൻ വല്ല പറമ്പ് കൂടെ ഒക്കെ വരും. ഞാൻ പോയ വഴി കൂടെ ഒന്നും ഇനി പുല്ല് മുളയ്ക്കൂല ഗൈസ്. ഇവിടെ കൈ തരുത്തോടാ. എന്നെ ഒന്നുകൂടെ നിർത്തട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടുന്ന് വ്യൂ ഒന്നുമില്ലേ? മാസ്മരികമായ വ്യൂ ആണ് ഗൈസ്. കൈ പോയി ഗൈസ്. കൈയൊക്കെ മരവിച്ച് പണ്ടാരടി. ഫുള്ള് കാട് മുഴുവൻ ഫോറസ്റ്റാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഏതായാലും പോയേക്കാം. കൈയൊക്കെ ഒന്ന് തണുത്ത് വേണം തരാം. ഏട്ടായിനെ ഞാൻ കണ്ടില്ല. ഞാനും അങ്ങോട്ട് അപ്പുറം സ്ഥലം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബ്രേക്ക് പിടിച്ച് വരുമ്പോഴത്തേക്ക് ഈ പോണവനങ്ങ് അടുത്തും അടി. അതാരാടാ തട്ടിയ? ഞാൻ തട്ടിയില്ല. എടാ ഞാനത് തട്ടിയില്ലടാ. അതൊക്കെ ഫേക്കാണ്ടോ? തട്ടാത്തപ്പം തട്ടുകയല്ല, തട്ടുന്നപ്പം തട്ടുകയും. ശരി, തട്ടാത്തപ്പം തട്ടുന്നപ്പം തട്ടൂല. ഇവിടെ ഓവർടേക്ക് ചെയ്യുന്ന അത്ര ബുദ്ധിയല്ല. ഒന്നെങ്കിൽ ഓനെ തട്ടും, അല്ലെങ്കിൽ ഞാൻ സൈഡിൽ പോയി തട്ടും. എന്തായാലും ഒരു തട്ടൽ ഉറപ്പാ. ഇത്രയും നേരം വണ്ടി വരാത്തപ്പോൾ ഞാൻ ഓവർടേക്ക് ചെയ്യുന്നില്ല. അപ്പോൾ വണ്ടി വരുന്നപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ കയറി. ഞാൻ പ്രൊഫഷണൽ ഡ്രൈവർ തന്നെയല്ലേ. എന്തിനീരോട് അടി തട്ടോടാ. മേ ബി ഇനി ആ സൈഡിൽ കൂടെ വന്നാൽ തട്ടൂലായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ എല്ലാം തട്ടുന്നുണ്ട്. ഇവിടെ എടുക്കുമ്പോഴാണ് ചെങ്ങായി വരും. എടാ ഇതിപ്പോൾ എത്രയാടാ? കുറേ നേരമായിടാ. ഇത് എത്ര നേരം എന്ന് വെച്ചാൽ ഇതിന് ഓടിച്ചോണ്ടിരിക്കുക. ഇതൊരു സെക്കൻഡ് പാർട്ട് ആയിട്ട് ഇടണോ?
കാരണം 20 കറക്റ്റ് 20 മിനിറ്റ്സ്. ഇങ്ങനെ കുറച്ചൊരു എക്സ്റ്റീരിയർ വ്യൂ കിട്ടാൻ ഗൈസ്. ഒന്നും കാണില്ലടാ. കൊല്ലാലി അയ്യോ എല്ലാം അങ്ങോട്ട് എന്ത് നിൽക്കുന്നുണ്ട് ഒന്നും കൂടി മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡിസ്റ്റൻസ് ഇട്ട് നോക്കാം. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ എടുത്ത് വളഞ്ഞോ. ഇത് അതിന് വണ്ടി വരണ്ട ഇല്ല. ഓക്കെ ഗൈസ്, ഓക്കെ നൈസ്. ഇവിടുന്ന് നൈസാവലുണ്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലോട്ട് തന്നെ തിരിച്ച് വന്നിരിക്കുന്നു ഞാൻ. താങ്ക് യു. എടാ വല്ല ആവശ്യമുണ്ടോ? അയ്യോ, എനിക്ക് എന്താണെന്നറിയില്ല, ഇങ്ങനെയുള്ള വഴി കൂടെ പോകാൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇത് ടൂറിസ്റ്റ് ബസ്സാണെന്നുള്ള ഒരു കാര്യം ഞാൻ ഒരു നിമിഷം ഒന്നും മറന്നുപോയി. ഒന്നാമതേ ഈ വണ്ടീൻ്റെ അടി ഭയങ്കരമായിട്ട് സസ്പെൻഷൻ കുറവ്. സസ്പെൻഷൻ ഇല്ലാതെ ഈ ബസ്സിനെ ഞാൻ മിക്കവാറും സസ്പെൻഷൻ കൊടുത്ത് വീട്ടിലിരുത്തി TC കൊടുത്ത് ഡിസ്മിസ് ചെയ്ത് അവിടെ ഇടയും കിടത്തും. ഇപ്പോൾ ഒരു തട്ടര ഉറപ്പാ 110%. അങ്ങനത്തെ ഒന്നുകൂടെ ഉണ്ടാവല്ലോ. അത് തന്നെ. ഓക്കെ, എല്ലാം കാണാപ്പാടാ, കാരണം കുറേ നേരമായി. ഓക്കെ, ഇവിടുന്ന് വണ്ടി വിടുന്നുണ്ടോ? ചേട്ടാ ഞാനൊന്നങ്ങോട്ട് എന്തും മൈൻഡാണോ? ഞാനൊന്ന് പോട്ടടാ. ഏട്ടാ നടന്നു. അയ്യോ വണ്ടി എടുത്തില്ല. ഇനി ഏട്ടാ ഞാൻ അടക്ക്, ഞാൻ അടുത്ത ആൾ വരുന്നുണ്ട്. എടാ പോലടാ, ഇല്ലെങ്കിൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്നില്ല. കളാണ് പറയണ്ടോ? ഹേയ് എക്സ്റ്റീരിയർ വ്യൂ ഇട്ട് നോക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് പോകാനുള്ളതൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ഞാൻ മാപ്പ് നോക്കാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത്? എടാ ഞാനിപ്പോൾ അവിടെ നിന്നല്ലേ വരുന്നത്, നേരെയല്ലേ പോകണ്ടേ? അതെ നേരെ തന്നെയാണ്, വഴി മാറിക്കൊന്നുമില്ല, മാപ്പിന് തെറ്റിയതാണ്. ഓക്കെ, നമ്മളെ വീഡിയോ കഴിയാനായി ഉണ്ട്. ഏതായാലും ഒരു വീഡിയോ അത്യാവശ്യം ലെങ്തി ആണ്, വേണമെങ്കിലൊന്ന് കട്ട് ചെയ്യുക, അതൊന്നും വേണ്ട. ഓക്കെ, സെറ്റ് കറക്റ്റ് ഫോർവേഡ് വീഡിയോ, സ്ട്രൈറ്റ് ഫോർവേഡ്. നല്ല എടാ ഇതെന്താ? അയ്യോ മാറിപ്പോയി. ഇതെന്തറാ? ഞാൻ നേരത്തെ പറമ്പിൽ കൂടെ പോയൊന്നും അല്ലടാ, ഇതാടാ ഒറിജിനൽ. എങ്ങോട്ടാണ് പോകുന്നത്? അയ്യോ ഞാൻ കാണുന്നില്ല ഇങ്ങനൊന്നും. ഇവിടെ നിന്ന് ചാടിയാൻ തോറ്റടാ, എന്താ ലെയറോ? നമുക്ക് ഏതായാലും ഇവിടുന്ന് റിവേഴ്സ് എടുത്ത് പോകാനല്ല, ഒന്നാമത് നമ്മളെ വണ്ടിക്ക് ഇച്ചിരി സസ്പെൻഷനുള്ള. നമ്മളെ നെയിം ബോർഡ് ഉണ്ടോ? എന്താ DJ? ഇവിടുന്ന് എങ്ങനെയാടാ വളക്കിയ? ഹൊയ് ചേട്ടാ അതിനെ പതുക്കെ ഒന്ന് അങ്ങോട്ട് തള്ളിയിട്ടാലോ. പോയാ മോനെ, ഞാനൊന്നങ്ങോട്ട് എന്ത് പറയണു പോയടാ വണ്ടി ഒക്കെ പോയടാ. ഇവിടുന്ന് എങ്ങനെയാടാ യൂട്ടേൺ എടുക്കുക? കുറച്ചുകൂടെ ബാക്കോട്ട് പോയിട്ട് റിവേഴ്സ് എടുത്തിട്ട് വളയ്ക്കുക ഗൈസ്. ഒറ്റ മിനിറ്റ്, ഇവിടുന്ന് എടാ ഇത്രയും ട്രാഫിക്ക്. നമുക്ക് വണ്ടി നൈസായിട്ട് മലയിലോട്ട് കയറ്റിയാലോ ഗൈസ്? എന്ത് പറയണു? ജസ്റ്റ് എടാ വളയിലടാ, ഞാൻ പറയുന്നതേ വണ്ടി കുടുങ്ങി. വണ്ടി കുടുങ്ങിയടാ. ടയറ് കിടന്ന് കറങ്ങിയാൽ പോരാ. അപ്പുറത്തെ ടയറോ? കൊള്ളാലും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ എടുത്ത് വീട്ടിലെത്തിയിട്ട് നാളെ നിങ്ങളോട് പറയാം. വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട്. എന്താ മേടിച്ചു പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. കുറച്ചുകൂടെ അങ്ങോട്ട് ഉണ്ടാവുമായിരുന്നു. നമ്മളെ പൊസിഷനിൽ, ഐ മീൻ നമ്മളെ
ഡെസ്റ്റിനേഷനിൽ എത്തിയിരുന്നെങ്കിൽ കഴിയില്ലായിരുന്നു. അപ്പോൾ ബസ് ഇപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് കുടുങ്ങിയ സ്ഥിതിക്ക് നമുക്ക് ഇറങ്ങി നടന്നു പോകാം ഗൈസ് വീട്ടിലോട്ട്. അപ്പോൾ നമുക്കൊരു ട്രെയിനൊക്കെ വിളിച്ചിട്ട് നാളെ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.